അപ്രതീക്ഷിതമായി ഉണ്ടായ കനത്ത മഴയിലും GST പരിഷ്കരണങ്ങളുടെയും ഭാഗമായി മാറ്റിവെച്ച തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് നാളെ നടക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ നേതൃത്വത്തിലായിരിക്കും നറുക്കെടുപ്പ് ചടങ്ങുകൾ തിരുവനന്തപുരത്തെ ഗോർക്കി ഭവനിൽ നടക്കുക. MLA മാർ, ഭാഗ്യക്കുറി ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് IAS ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരിക്കുകയും ചെയ്യും. 25 കോടി ഒന്നാം സമ്മാനമായിട്ടുള്ള ഭാഗ്യക്കുറിയാണ് തിരുവോണം ബമ്പർ എന്ന് പറയുന്നത്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആകെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഭാഗ്യക്കുറി വകുപ്പ് ഇതിനോടകം തന്നെ അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. 14,07,100 ടിക്കറ്റുകളാണ് പാലക്കാട് വിറ്റുപോയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ 9,37,400 ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരത്ത് 8,75,900 ടിക്കറ്റുകളും ഇതിനോടകം തന്നെ ഏജൻസികൾ വഴി വിറ്റുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോട്ടറി വകുപ്പ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇനിയും ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനുണ്ടെങ്കിൽ നാളെ ഉച്ചയ്ക്ക് 1 മണിവരെ സമയമുണ്ടാകും. 1 മണിക്കായിരിക്കും നറുക്കെടുപ്പ്. അതുവരെ ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഭാഗ്യക്കുറി വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ 25 കോടി ഒന്നാം സമ്മാനം ആർക്കടിക്കും എന്നതറിയാൻ വലിയ ആകാംക്ഷയും അഭ്യൂഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് മലയാളി കടന്നു പോവുകയും ചെയ്യുന്നത്.